എല്ലാവർക്കും MRK ബ്രോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കൂളുകളിൽ എത്രയോ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് പറയുന്നത് 1990-ൽ കണ്ടുപിടിച്ച സുംബ ഡാൻസിനെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരിക എന്നുള്ളതാണോ? നമുക്ക് നാം കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു കാര്യവും ഇല്ലേ കൊണ്ടുവരുവാൻ? നമ്മുടെ രാജ്യം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കണ്ടുപിടുത്തത്തിൽ വളരെ പിറകോട്ടാണ്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പഴമയിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതുമയിലേക്ക് കാലെടുത്തു വെക്കുവാൻ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും പഠിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിൽ ഈ അടുത്തിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു ദിവസം അധ്യാപിക ആ ക്ലാസ്സിലെ കുട്ടികളോടെല്ലാം ഒരു ചിത്രം വരച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. അടുത്ത ദിവസം എല്ലാവരും നന്നായി ചിത്രം വരച്ചു കൊണ്ടുവന്നു. പക്ഷെ ഒരു കുട്ടി ചിത്രം വരച്ചത് മാത്രം അത്ര നന്നായില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അധ്യാപിക എല്ലാ കുട്ടികൾക്കും 100-ൽ 100 മാർക്ക് നൽകി. പക്ഷെ ആ കുട്ടിക്ക് മാത്രം കുറച്ച് മാർക്കേ നൽകിയുള്ളൂ. എന്നിട്ട് ആ അധ്യാപക എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? ആ കുട്ടിയെ മറ്റുള്ളവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ കുട്ടിയുടെ ചിത്രം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ ന്യൂനതകളും പോരായ്മകളും എടുത്തു പറഞ്ഞ് നിനക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ വരയ്ക്കുവാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെയുള്ള കമ്പാരിസണുകളെല്ലാം നടത്തി. പക്ഷേ സത്യത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയുമോ? മറ്റു കുട്ടികളെല്ലാം അവരുടെ രക്ഷിതാക്കൾ വരച്ച ചിത്രമായിരുന്നു കൊണ്ടുവന്നത്. എന്നാൽ ഈ കുട്ടിയുടെ പിതാവാകട്ടെ സത്യസന്ധനായ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈ കുട്ടി തന്നെ ചിത്രം വരച്ച് തന്റെ കഴിവ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കണമെന്ന് വാശി പിടിച്ചു. അതുകൊണ്ട് ആ കുട്ടി തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ചിത്രം വരച്ചു. അതിന് ഇടയ്ക്കൊക്കെ ചില കുഴപ്പങ്ങൾ വന്നുവെങ്കിലും ആ കുട്ടി ഒറ്റയ്ക്ക് വരച്ച ചിത്രമായിരുന്നു അത്. ഇവിടെ സത്യത്തിൽ നാം ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്? ആ കുട്ടി അങ്ങനെ വരച്ചതിന്റെ കാരണം കണ്ടെത്താതെ, കാരണം മനസ്സിലാക്കാതെ ആ കുട്ടിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു വിട്ടു എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയത് 1400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്. ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരു വ്യക്തിയെ അപമാനിക്കുകയും രഹസ്യമായ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരോട് മാപ്പ് പറയുകയും ചെയ്യുന്നത്, അത് ആൾക്കൂട്ടത്തിൽ വെച്ച് ആ വ്യക്തിയെ വിവസ്ത്രനാക്കുകയും രഹസ്യമായ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നുകൊണ്ട് മാപ്പ് പറഞ്ഞ് വസ്ത്രം തിരിച്ചു നൽകുന്നത് പോലെയാണ്. അത്രത്തോളം നീചമായ ഒരു പ്രവൃത്തിയാണത്. നമ്മുടെ ക്ലാസ് റൂമുകളിൽ 35-40 കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഓരോരുത്തരും അവരവരുടേതായ ലോകങ്ങളുടെ ചക്രവർത്തികളാണ്. അവർക്ക് അവരവരുടേതായ കഴിവുകളും പോരായ്മകളും ഉണ്ടാകുമെന്ന് അധ്യാപകരും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് അവിടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് പറയുന്ന മന്ത്രിമാർ പോലും ഇനിയും അവിടെയുള്ള യഥാർത്ഥ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാടുകളിൽ വരുത്തിയിട്ടില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. UK, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ, നെതർലൻഡ്സ്, ജർമ്മനി എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം എല്ലാ കുട്ടികളെയും കാണുന്നത് സമമായിട്ടാണ്. ഒരു താരതമ്യപ്പെടുത്തലുമില്ല. അവർ ഇരിക്കുന്നതാകട്ടെ റൗണ്ട് ടേബിൾ അറേഞ്ച്മെന്റിലും. ഇതെന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? പിൻബെഞ്ചിലിരിക്കുന്നവർ മുൻബെഞ്ചിലിരിക്കുന്നവർ എന്നിങ്ങനെയുള്ള താരതമ്യം ഒഴിവാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലാകട്ടെ പിൻബെഞ്ചിലിരിക്കുന്നവർ പഠിക്കുവാൻ പുറകോട്ടാണ്, അവർ പഠിക്കുകയില്ല, മുൻബെഞ്ചിലിരിക്കുന്നവർ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സാധാരണയായി മുൻബെഞ്ചിൽ ഇരിക്കുന്നവർക്കാണ് അധ്യാപകർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. പലപ്പോഴും പിൻബെഞ്ചിൽ ഇരിക്കുന്നവരിലേക്ക് അധ്യാപകർ ശ്രദ്ധ ചെലുത്തുവാൻ മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ നിന്ന് നമുക്ക് എന്തും മനസ്സിലാക്കാം? എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവാണ്, ഒരേ ബുദ്ധിശക്തിയാണ് എന്ന തെറ്റിദ്ധാരണ മാറ്റി എല്ലാവരെയും ഒരേ ദിശയിലേക്ക് ചെന്നെത്തിക്കാതെ അവരവരുടേതായ കഴിവുകളെ മനസ്സിലാക്കി അവരവരുടേതായ കഴിവുകളെ കണ്ടെത്തി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളെ പഠിപ്പിക്കണം. കാരണം ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അത് കണ്ടുപിടിച്ചതാണ്.